ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നുമായി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തുകയുണ്ടായി. അദ്ദേഹം ഇരുവരും തമ്മിലുള്ള മുൻകാല ബന്ധം എടുത്തു കാണിക്കുകയും അതുപോലെ നയതന്ത്ര ഇടപെടലിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുകയും ചെയ്തു. തന്റെ ആദ്യ ഭരണകാലത്ത് കിമുമായി നല്ല ബന്ധം സ്ഥാപിച്ചിരുന്നുവെന്നും ട്രംപ് മാധ്യമപ്രവർത്തകരോട് തുറന്നു പറഞ്ഞു. കിമുമായി ഇടപഴകാനുള്ള തന്റെ കഴിവ് ആഗോള സ്ഥിരതയ്ക്ക് ഗുണം ചെയ്തുവെന്ന് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്ക ഉത്തര കൊറിയയുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നത് ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾക്ക് ഏറെ ഗുണകരമാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മേഖലയിലെ മറ്റു ശക്തികൾ, പ്രത്യേകിച്ച് ജപ്പാൻ, ഉത്തര കൊറിയയോടുള്ള തന്റെ നയതന്ത്ര സമീപനത്തിന് മൂല്യം കാണുന്നുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ഉത്തര കൊറിയയുമായി ബന്ധം സ്ഥാപിക്കുന്നതിന് ജപ്പാന് എതിർപ്പുണ്ടാകില്ലെന്ന് കരുതുന്നതായും ട്രംപ് വെളിപ്പെടുത്തുകയുണ്ടായി. പക്ഷേ ജപ്പാൻ ഉത്തര കൊറിയയുമായി നല്ല ബന്ധത്തിലല്ലെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കിമിനെ പോലുള്ള മറ്റു നേതാക്കളുമായി ബന്ധം പുലർത്താൻ കഴിയുമെങ്കിൽ അത് അമേരിക്കയ്ക്ക് മാത്രമല്ല, മറിച്ച് ലോകത്തിന് തന്നെ ഒരു വലിയ മുതൽക്കൂട്ടാണെന്ന് കരുതുന്നുവെന്നും ട്രംപ് പറഞ്ഞു. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ഉത്തര കൊറിയയുമായുള്ള നയതന്ത്ര ബന്ധം ഒരിക്കൽ വിദേശ നയത്തിൽ ഗണ്യമായ മാറ്റത്തിന് വഴിയൊരുക്കിയിരുന്നു. 2017 കിമിനെ റോക്കറ്റ്മാൻ എന്ന് പരാമർശിക്കുകയും ഉത്തര കൊറിയ ആണവ പരീക്ഷണങ്ങൾ തുടരുകയാണെങ്കിൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ 2017 ശേഷം ഇരു നേതാക്കളും പിന്നീട് സന്ധി സംഭാഷണം നടത്തുകയും അത് പുതിയ മാറ്റത്തിന് വഴിവെക്കുകയും ട്രംപും കിമുമായി ഒരു പുതിയ കൂട്ടുകെട്ടിന് കാരണമാവുകയും ചെയ്യുകയുണ്ടായി. 2018 അമേരിക്കയും ഉത്തര കൊറിയയും തമ്മിലുള്ള ആദ്യ ഉച്ചകോടിക്കായി ട്രംപും കിമും സിംഗപ്പൂരിൽ കണ്ടുമുട്ടിയിരുന്നു. ആണവ നിരായുധീകരണം സംബന്ധിച്ച് വിശാലമായൊരു കരാറിലാണ് പ്രധാനമായും ഈ കൂടിക്കാഴ്ച അവസാനിച്ചത്. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ യഥാർത്ഥത്തിൽ അവ്യക്തമായിരുന്നു. ഉപരോധ ഇളവുകൾ, ഉത്തര കൊറിയയുടെ ആണവ പദ്ധതി എന്നിവയെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് 2019 ഹനോയിയിൽ നടന്ന രണ്ടാമത്തെ ഉച്ചകോടി ഒരു കരാറുമില്ലാതെ അവസാനിക്കുകയും ചെയ്തു. എന്നാൽ ആ വർഷം തന്നെ DMZ മേഖലയിൽ കിമുമായി ഒരു ഹാസ്യകാല കൂടിക്കാഴ്ചയിൽ ഉത്തര കൊറിയയിൽ കാലുകുത്തുന്ന ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് മാറുകയും ചെയ്തിരുന്നു. ചരിത്രപരമായ കൂടിക്കാഴ്ച ഉണ്ടായിരുന്നിട്ടും അമേരിക്ക ഉത്തര കൊറിയ ചർച്ചകൾ സ്തംഭിച്ചു. ഉത്തര കൊറിയ മിസൈലുകൾ പരീക്ഷിച്ചുകൊണ്ടിരുന്നു. കത്തുകൾ കൈമാറുന്നതുൾപ്പെടെ കിമുമായി വ്യക്തിപരമായ ബന്ധം നിലനിർത്താനുള്ള ട്രംപിന്റെ ശ്രമങ്ങൾ ഒരു വ്യക്തമായ ആണവായുധീകരണ കരാറിലേക്ക് നയിച്ചില്ല. എന്നാൽ തന്റെ നേരിട്ടുള്ള നയതന്ത്രം ഒരു വലിയ സംഘർഷം തടഞ്ഞുവെന്നും ഭാവിയിൽ അത് പുനർജീവിപ്പിക്കാമെന്നും ട്രംപ് ഇപ്പോഴും വാദിക്കുന്നുണ്ട്.